വളരെ സന്തോഷത്തോടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുമാണ് ഈ സന്ധ്യയിൽ ഞാനിവിടെ ആയിരിക്കുന്നത്. മേഖലയുടെ ഈ വർഷത്തെ കൺവെൻഷൻ്റെ ഏറ്റവും സമാപന രാത്രിയിൽ കർത്താവിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയുന്നത് ഒരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. എന്നെ പരിചയപ്പെടുത്തിയ, എന്നെ സ്വീകരിച്ച നല്ല വാക്കുകൾക്ക് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സനൽകുമാർ അവർക്ക് നന്ദി. വിശേഷിച്ച് എന്നെയും ഈ മീറ്റിങ്ങിൽ ഉൾപ്പെടുത്തിയതിന്, ശുശ്രൂഷയ്ക്ക് എന്നെയും ക്ഷണിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി മേഖലാ ഡയറക്ടറായ കർത്താവിൻ്റെ ദാസൻ അറിയിക്കുന്നു. ആ ടീമിനെ മുഴുവൻ ഓർക്കുന്നു. ഈ കൺവെൻഷൻ്റെ ചുമതല വഹിക്കുന്ന കമ്മിറ്റിയെ, കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരെ, വേദിയിലായിരിക്കുന്ന ബഹുമാന്യ ദൈവദാസന്മാർ, അനുഗ്രഹീതമായ ക്വയർ അംഗങ്ങൾ, എല്ലാ ക്വയർ മെമ്പേഴ്സ്, ഇന്ന് രാത്രിയിൽ ശുശ്രൂഷ ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനിൽ അടൂർ, എൻ്റെ മുൻപിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസീദാസന്മാർ, ദൈവമക്കൾ, സമീപവാസികൾ, എല്ലാ പ്രിയമുള്ളവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഞാൻ പറഞ്ഞതുപോലെ വളരെ സന്തോഷം ഉണ്ട് ഈ മീറ്റിങ്ങിൽ എനിക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ തന്നെ. കാരണം ദൈവദാസൻ പറഞ്ഞതുപോലെ ഈ മേഖലയിൽ നിന്ന് നെയ്യാറ്റിൻകര സെക്ഷനിൽ 10 വർഷം കർത്താവിൻ്റെ വേല ചെയ്ത അനന്തരമാണ് വിദേശത്തേക്ക് ഞാൻ കടന്നു പോകുന്നത്. പഠനാനന്തരം കർത്താവിൻ്റെ വേല ആരംഭിച്ചത് നെയ്യാറ്റിൻകര സെക്ഷനിലാണ്. പ്രധാനമായി നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തേണ്ടത് ഉചിതമെന്നുള്ളത് കൊണ്ട് ഈ 1-2 മിനിറ്റ് പ്രാരംഭമായി ഞാൻ അതിനായി നിർബന്ധമായും എടുക്കുന്നു. എൻ്റെ ശുശ്രൂഷയിൽ എന്നെ ഇതുവരെ താങ്ങിയ, ഞാൻ പിന്നിട്ട വഴികളിൽ എന്നോടൊപ്പം യാത്ര ചെയ്ത പ്രധാനപ്പെട്ട 3 ദൈവദാസന്മാർ ഈ സമയം ഞാൻ അവരെ ഓർക്കുന്നു. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, എന്നെ ഏറ്റവും കരുതിയ, എന്നെ സ്നേഹിച്ച 3 സഭകളെയും എനിക്ക് മറക്കുവാൻ കഴിയുകയില്ല. ഇതൊരു മേഖല കൺവെൻഷൻ ആയതുകൊണ്ടും ഇത് അസംബ്ലീസ് ഓഫ് ഗോഡ് കുടുംബത്തിൻ്റെ സംഗമമായതുകൊണ്ടും ഞാൻ അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ടും ഇതിവിടെ പറയുന്നത് ഏറ്റവും ഉചിതമെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ബാല്യകാലത്തിൽ എൻ്റെ മാതൃസഭ കണ്ണൻകുഴി അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയാണ്. എൻ്റെ ബാല്യകാലത്തിൽ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ച, എന്നെ അനുഗ്രഹിച്ച, എൻ്റെ അപ്പൻ്റെ കഠിനവും ക്രൂരവുമായ ശിക്ഷണ നടപടികളിൽ നിന്ന് എന്നെ പലവട്ടം തല്ലുകൊള്ളാതെ രക്ഷിച്ച, എന്നെ സ്നേഹിച്ച എൻ്റെ ആദ്യത്തെ പാസ്റ്റർ ജെ സ്റ്റീവൻ, അദ്ദേഹം ഇന്ന് മേഖലയിൽ ശുശ്രൂഷകനാണ്. അദ്ദേഹത്തെ നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ യൗവനകാലത്തിൽ എനിക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുകയും ഞാൻ രക്ഷിക്കപ്പെട്ട, ഞാൻ സ്നാനപ്പെട്ട, ഞാൻ സുവിശേഷ വേലയ്ക്കായി സമർപ്പിക്കുവാൻ എനിക്ക് പശ്ചാത്തലമൊരുക്കിയ എൻ്റെ മാതൃസഭയുടെ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ പി യേശുദാസ്, അദ്ദേഹത്തെ ഞാൻ ഈ സമയം ഓർക്കുന്നു. മാത്രമല്ല, എൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭ ഘട്ടങ്ങളിൽ എന്നെ കൈപിടിച്ച് നടത്തിയ, എനിക്ക് മാർഗനിർദ്ദേശം തന്ന, എല്ലാറ്റിനുപരി എനിക്ക് വേണ്ടി പിന്നിൽ ശക്തമായി പ്രാർത്ഥിച്ച, ശുശ്രൂഷയ്ക്ക് എന്നെ ഒരുപാട് പ്രിപ്പയർ ചെയ്യുവാൻ സഹായിച്ച എൻ്റെ പാസ്റ്റർ എൻ ബാബു, അദ്ദേഹം വേദിയിൽ ഇരിപ്പുണ്ട്. ഈ 3 ദൈവദാസന്മാരെയും ഞാൻ ഈ സമയം ഓർക്കുന്നു. അവരുടെ ശുശ്രൂഷകളെ മാനിക്കുന്നു. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ നടത്തിയവർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, അനേക ദൈവമക്കൾ, ദൈവദാസന്മാർ ഇവിടെയുണ്ട്. അവരെല്ലാവരെയും ഞാൻ ഓർക്കുന്നു. എന്നെ തലോടിയവരും തട്ടിയവരുമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. എനിക്ക് മറക്കുവാനാവാത്ത, എന്നെ സ്നേഹിച്ച 3 സഭകൾ: 1 എൻ്റെ മാതൃസഭ കണ്ണൻകുഴി അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച്, 2 കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവം എന്നെ അനന്തരം അയച്ച് ഒരു സഭ സ്ഥാപിക്കുവാൻ കൃപ ചെയ്തു, ചെമ്പ്രത്തിവിള അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ. അവിടുത്തെ പ്രിയമുള്ളവർ എന്നെ ഒത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ദൈവമക്കൾ. അത് കഴിഞ്ഞ ദൈവനിയോഗപ്രകാരം നെയ്യാറ്റിൻകര ടൗണിൽ AG റിവൈവൽ സെൻറ്റർ എന്ന പേരിൽ ഒരു പ്രവർത്തനം ആരംഭിച്ചു. ഈ 2 പ്രവർത്തനങ്ങളും അംഗീകൃത പ്രവർത്തനങ്ങളായി ഇന്നും തുടരുന്നു. ആ പ്രവർത്തനങ്ങളെയും അവിടുത്തെ ദൈവമക്കളെയും ഇന്ന് അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം. എന്നെ ഏൽപ്പിച്ച എൻ്റെ ദൗത്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. അധികം മുഖവര ദീർഘിപ്പിക്കാതെ തിരുവചന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനു മുൻപായി ഞാൻ ഇന്ന് ശുശ്രൂഷിക്കുന്ന രഹോബോത്ത് ചർച്ച് ന്യൂയോർക്കിൽ നിന്നും എന്നെ, എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നും വാക്ക് തരുന്നു. 1 തിമോഥെയോസ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യം ഇന്ന് രാത്രി കാലത്തെ ചിന്തയ്ക്കായി വായിച്ചുകൊണ്ട് അല്പസമയത്തെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എടുത്ത ഒരാൾക്ക് എന്നെ വായിച്ച് സഹായിക്കാം. 1 തിമോഥെയോസ് 4:15.
നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കേണ്ടതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. വിശുദ്ധനായ പൗലോസ് നിജപുത്രനായ തിമത്തിയോസിനെ ലേഖനം എഴുതി അറിയിക്കുമ്പോൾ അമൂല്യമായ ചില ചിന്തകളും ഉറച്ചു വിശ്വസിക്കേണ്ടതും ചേർത്ത് പിടിക്കേണ്ടതുമായ ചില ആലോചനകളും കൊടുക്കുന്നതിന് ഉൾപ്പെടെ താൻ ചേർത്ത് എഴുതി വെച്ച ഒരു ചിന്തയാണ്, തിമത്തിയോസെ, നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക. ഇന്ന് രാത്രിയിൽ ഞാൻ ഇതിനെടുത്തിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത്, ദൈവജനമേ, നിങ്ങളുടെ ആത്മീയ അഭിവൃദ്ധി എല്ലാ മനുഷ്യരും അറിയട്ടെ. ഇന്ന് പേരിനും പ്രശസ്തിക്കും പുകഴ്ചയ്ക്കും വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്. പ്രത്യേകിച്ചെങ്ങും പോകേണ്ട, സോഷ്യൽ മീഡിയ തുറന്നാൽ മനുഷ്യൻ എത്രത്തോളം ആഗ്രഹമുള്ളവനാണ് പ്രശസ്തിക്ക് വേണ്ടിയെന്ന് ആർക്കും തർക്കമില്ലാതെ മനസ്സിലാകും. എല്ലാ മത വിശ്വാസികൾക്കും, ഇനി വിശ്വാസമില്ലാത്തവർക്കും, പെന്തക്കോസ്തുകാർക്കും, പാസ്റ്റർമാർക്കും, എല്ലാ നേതാക്കന്മാർക്കും അത്യാവശ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം പ്രശസ്തിയാണ്. പ്രശസ്തിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരും എളുപ്പവഴികൾ സ്വീകരിക്കുന്നവരും സമൂഹത്തിലുണ്ട്. പേരും പ്രശസ്തിയും വേണ്ട എന്ന് പറയുന്നവരെ ആരെയും എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ ഇതുവരെ കണ്ടെത്തിയില്ല. ഒരു ചെറിയ കാരുണ്യ പ്രവർത്തനം ചെയ്താലും അതിൽ അഭിമാനിക്കുന്ന, അഭിനന്ദനങ്ങൾ ആഗ്രഹിക്കുന്ന മനുഷ്യ മനസ്സുകളെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. എന്തിനേറെ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങളും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാനും അല്പമായെങ്കിലും പ്രശസ്തിയോ പേരോ ഒക്കെ ആഗ്രഹിച്ചു പോകുന്നവരാണ്. അത് മനുഷ്യ സഹജമാണ്. അങ്ങനെ പേരും പ്രസിദ്ധിയും ആഗ്രഹിക്കുന്ന സാമാന്യം മനുഷ്യ കൂട്ടത്തിൽ നിന്ന് വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തോട് വിളിച്ചു പറയുവാനുള്ള ഒരു സന്ദേശമുണ്ട്. നിന്റെ വെറും അഭിവൃദ്ധി അല്ല മറ്റുള്ളവർ അറിയേണ്ടത്, നിന്റെ പ്രോസ്പെരിറ്റി അല്ല മറ്റുള്ളവർ അറിയേണ്ടത്, നിന്റെ ലോകപരമായ കഴിവല്ല മറ്റുള്ളവർ അറിയേണ്ടത്, മറിച്ച് നിന്റെ ആത്മീക അഭിവൃദ്ധി മറ്റുള്ളവർ അറിഞ്ഞെങ്കിൽ. പൗലോസ് ആഗ്രഹിച്ചു പോകുകയാണ്, തിമത്തിയോസേ, ഞാൻ നിന്നെ വിശ്വാസത്തിലേക്ക് കൈപിടിച്ചു നടത്തി, ശുശ്രൂഷയിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തി, നിന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളുണ്ട്, ഉത്തരവാദിത്വങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരി നീ ആത്മീകമായി അഭിവൃദ്ധിപ്പെടണമെന്നും ആ അഭിവൃദ്ധി മറ്റുള്ളവർ അറിയണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. നീ അഭിവൃദ്ധിപ്പെടുമ്പോൾ അതിൽ തന്നെ ഇരുന്നു കൊള്ളുവാനും ശ്രദ്ധിക്കണം. അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ അത് നിലനിർത്തേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം കൂടെ ദൈവജനത്തിനുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ വിഷയം പ്രസംഗിച്ച് തീരുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു സബ് പോയിന്റ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തും. എന്താണെന്ന് അറിയാമോ ആ സബ് പോയിന്റ്? എങ്ങനെയാണ് ക്രിസ്തുവിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ കഴിയുന്നത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവാനായിട്ട് കഴിയും. അതിൽ ഒന്നാമത്തെ പോയിന്റ് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഞാൻ വിവരിക്കാം. അതിങ്ങനെയാണ് തുടങ്ങുന്നത്: ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. മനോഹരമായ ഒരു തിയോളജി അതിനകത്ത് കിടപ്പുണ്ട്. യോഹന്നാൻ ലേഖനം സുവിശേഷം എഴുതുമ്പോൾ അവൻ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവസഭയെ മുന്നിൽ ഓഡിയൻസ് ആയി കണ്ടുകൊണ്ടാണ് ഈ സുവിശേഷം എഴുതുന്നത്. എന്നാൽ മാർക്കോസ് എഴുതുന്നത് റോമാക്കാരെ മുൻപിൽ കണ്ടുകൊണ്ടാണ്, മത്തായി യഹൂദന്മാരെ മുൻപിൽ കണ്ടുകൊണ്ടാണ്, ലൂക്കോസ് ഗ്രീക്കരെ മുൻപിൽ കണ്ടുകൊണ്ടാണ് എഴുതുന്നത്. എന്നാൽ യോഹന്നാനോ ദൈവസഭയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സുവിശേഷം എഴുതുന്നത്. 3.5 കൊല്ലത്തെ ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുവാൻ യോഹന്നാന് കഴിയുമെങ്കിലും അതെല്ലാം എഴുതി ഏകപ്പെടുത്തി വയ്ക്കുവാൻ ഭൂമിയിൽ സ്ഥലം പോരാത്തത് കൊണ്ട് 3.5 കൊല്ലം യേശുവിനോട് കൂടെ നടന്ന അരുമ ശിഷ്യനായ യോഹന്നാൻ എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷ പുസ്തകങ്ങളിലെ വിഷയങ്ങൾ വെറും 20 ദിവസത്തെ അക്കൗണ്ട് മാത്രമാണ്. യേശു ലോകത്തിലായിരുന്നപ്പോൾ ചെയ്ത 20 ദിവസത്തെ സംഭവങ്ങൾ മാത്രമാണ് യോഹന്നാൻ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. എത്രയോ ശ്രേഷ്ഠമായ ആഴമായ ദൈവശാസ്ത്ര
ശാസ്ത്ര ചിന്തകൾ നിറഞ്ഞതാണ് യോഹന്നാന്റെ സുവിശേഷം. ഒരു അവിശ്വാസിക്ക് പോലും ആദ്യമായി വായിക്കുവാൻ കൊടുക്കുന്ന സുവിശേഷം യോഹന്നാന്റെ സുവിശേഷമാണ്. യേശുവിനെ കുറിച്ച്, രക്ഷയെ കുറിച്ച്, സ്വർഗരാജ്യത്തെ കുറിച്ച്, വരുവാനുള്ള ദൈവരാജ്യത്തെ കുറിച്ച് വ്യക്തവും സ്പഷ്ടമായി വിവരിക്കുന്ന പുസ്തകം യോഹന്നാന്റെ സുവിശേഷമാണ്. സഹിയോൻ മാളികയിൽ തുടങ്ങി യോഹന്നാൻ എഴുതുകയാണ്. 13-ാം അധ്യായം അവൻ എഴുതുന്നു. പെസഹയെ കുറിച്ച് എഴുതുന്നു.